പ്രിയരെ, മുണ്ടഴിയും അമ്മാവ ബെൽറ്റിടു എന്ന കഥാപ്രസംഗത്തിന് ശേഷം പൂത്തിരിവാവ അവതരിപ്പിക്കുന്ന എന്റെ 29ാമത് കഥാപ്രസംഗം പീതാംബരന്റെ ദുഃഖവും ശ്രീകുട്ടിയുടെ സ്വപ്നവും. പ്രിയരെ, കഴിഞ്ഞ കഥാപ്രസംഗത്തിൽ എന്ന പോലെ ഞങ്ങൾക്ക് ശബ്ദവും വെളിച്ചവും തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന മൂത്തമ്മ സൗണ്ട്സിനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയായി. മുന്തിരിച്ചുണ്ട അടികളല്ല ജനം അറിയട്ടാ. ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അങ്ങ് അന്യ രാജ്യത്ത്, നമ്മുടെ സ്വന്തം തമിഴ്നാട്ടിൽ. അവിടെ ജംബോ സർക്കസ് കൂടാരമുണ്ടായിരുന്നു. അവിടെ ഹിപ്പോപ്പൊട്ടാമസിന് ചാണാൻ വാരകമായിരുന്നു നമ്മുടെ കഥാനായകൻ പീതാംബരന് ജോലി. അവനൊരു പാവപ്പെട്ട കുടുംബത്തിലെ ആയിരുന്നു. അവന്റെ അമ്മയ്ക്ക് പുതപ്പ് കച്ചവടമായിരുന്നു, അതും നല്ല അസല് കമ്പിളി പുതപ്പ്. കമ്പിളി പൂച്ചി തങ്കച്ചി അല്ലി മലർക്കിളി മുത്താരമേ മുന്താര മുന്താര സിന്താകമേ മല്ലേ മലർക്കിളി ചിത്താരമേ സിന്താക സിന്താക സിന്താകമേ. അവന്റെ അമ്മ പുതപ്പ് കച്ചവടം നടത്തിയിട്ട് പൈസ മേടിക്കുന്നത് ഇങ്ങനെയായിരുന്നു. തായ്മ തായ്മ മുത്താറക്കുട്ടിയമ്മ, കൈകൾ കഴുകുമ്മ, സാനിറ്റൈസർ അടിയമ്മ. ഇതായിരുന്നു അവരുടെ ഒരു ദിവസത്തെ ജീവിതം. ഒരിക്കൽ പതിവ് പോലെ നമ്മുടെ കഥാനായകൻ പീതാംബരൻ ഹിപ്പോപ്പൊട്ടാമസിന്റെ ചാണകം നമ്മട്ടിക്ക് വെട്ടിക്കോരി കുട്ടയ്ക്ക് തേവുകയായിരുന്നു. അപ്പോഴാണ് മുതലാളിയുടെ വരവ്. എടാ പീതാംബര, നിനക്കിന്ന് റിങ്ങിൽ കയറാൻ പറ്റുമോ? ഒരാളുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു. ഇതറിഞ്ഞ സന്തോഷത്തിൽ പീതാംബരന്റെ തലയിലിരുന്ന ചാണാക്കുട്ടയെടുത്ത് മുതലാളിയുടെ തലയിൽ വെച്ചിട്ട് ഒരൊറ്റ ഓട്ടം. പീതാംബരൻ സൂപ്പർമാനെ പോലെ പാന്റിന്റെ മുകളിൽ ഒരു നിക്കറും എടുത്തിട്ട് നേരെ റിങ്ങിലേക്ക്. അരീവൻ അരീവൻ റിങ്ങിൽ കയറാൻ പോകുന്നു, സൂപ്പർമാന്റെ ചട്ടിമിട്ട് റിങ്ങിൽ കയറാൻ പോകുന്നു. കണ്ണി രണ്ടും കാണുന്നില്ല, കണ്ടോരെല്ലാം കൂവുന്നുണ്ട്. തന്നെത്താനെ ചാണാൻ ചുമന്ന് നടന്ന പീതു ഇപ്പം റിങ്ങിൽ കേറുന്നേ. ഏതാനും നിമിഷങ്ങൾക്കകം സർക്കസ് തുടങ്ങാൻ പോവുകയാണ്. അതേ സമയത്ത് തന്നെ സർക്കസ് കൂടാരത്തിന്റെ പുറത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ കഥാനായിക കരിപ്പോട്ടി, തീപ്പട്ടി, ലങ്കോട്ടി. അളിയാ പെണ്ണിന്റെ പേരെന്തരുന്ന്? ശ്രീകുട്ടി. അവൾ ടിക്കറ്റ് എടുത്ത് ഗാലറിയുടെ അകത്തേക്ക് കയറി. അവളെ പറ്റി പറയാനാണെങ്കിൽ സുന്ദരിയാണ്, സുശീലയാണ്, സുമംഗലിയാണ്. അടുത്ത നിമിഷത്തിൽ റിങ്ങിൽ തൂങ്ങിക്കിടന്ന പീതാംബരൻ ശ്രീകുട്ടിയെ കണ്ടു. അവളുടെ മനം മയക്കുന്ന സൗന്ദര്യത്തിൽ പീതാംബരൻ വാ തുറന്ന് ഞാളുകൊലിപ്പിച്ചു. ശ്രീകുട്ടി പീതാംബരനെ നോക്കി ചിരിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. റിങ്ങിൽ തൂങ്ങിക്കിടന്ന പീതാംബരന്റെ കൺട്രോൾ പോയി താഴെ ഉച്ചവും കുത്തി മണ്ടേ മുളന്ന് ദാ കിടക്കും. വീണ വീഴ്ചയിൽ തന്നെ പീതാംബരന്റെ അണപ്പല്ലൂരി തെറിച്ച് ശ്രീകുട്ടിയുടെ വായിൽ പോയിരുന്നു. അവളത് അണ്ടിപ്പരിപ്പാണെന്ന് കരുതി ചവച്ചു. പ്രിയരെ, പല്ലുവേദനയെടുത്ത ശ്രീകുട്ടി മെല്ലെ കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് സുഹൃത്തുക്കളെ അവക്ക് മനസ്സിലായത്, അതൊരു സ്വപ്നമായിരുന്നു. പ്രിയരെ, ഈ കഥയുടെ സാരം എന്തെന്നാൽ, കിടന്ന വെടുപ്പന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാമം ജപിച്ചിട്ടേ കിടന്നുറങ്ങാവൂ, ഇല്ലെങ്കിൽ ഇതേപോലത്തെ വൃത്തികെട്ട സ്വപ്നങ്ങളൊക്കെ കാണും. പ്രിയരെ, എന്റെ ഈ ചെറിയ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ കഥാപ്രസംഗം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കാണാൻ വേണ്ടി എന്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലിന്റെ പേര് പൂത്തിരി വാവ വ്ളോഗ്സ്. സംവിധാനം പൂത്തിരി, രചന വാവ, പൂത്തിരി വാവ. നന്ദി, നമസ്കാരം. വാ പൂത്തിരി വാവേ. ഇനി ഇതിന്റെ മുഖം 3-ാം ഭാഗം കാണുമല്ലേ? ഞാൻ ഇതാരാണ് ഇത് എഴുതി തരുന്നത്? ഇതാരാ ഇത് എഴുതി തരുന്നത്? കൂട്ടുകാരി. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. മക്കളെ തിരിഞ്ഞു നോക്കിയോ? ബമ്പർ അടിച്ചു. വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല.